നമസ്കാരം. എൻ്റെ യാത്രകൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ യാത്ര കർണാടകയിലെ മുരുഡേശ്വർ എന്ന ക്ഷേത്രത്തിലേക്കാണ്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഭട്നഗർ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു ചെറിയ പട്ടണമാണ് മുരുഡേശ്വർ. കൊങ്കൽ റെയിൽവേയിലെ ഒരു സ്റ്റേഷനുമാണ് ഇവിടം. ബത്കൽ എന്ന സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങി ബസ് മാർഗമാണ് അമ്പലത്തിലെത്തിയത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തവും പുരാതനവുമായ മുരുഡേശ്വര ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമാണ് ഈ പ്രദേശത്തിന് മുരുഡേശ്വർ എന്ന പേര് വരാൻ കാരണം. അറേബ്യൻ സമുദ്രത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന വിനോദ സഞ്ചാര കേന്ദ്രമാണ്. അടി ഉയരമുള്ള 20 നിലകളായി നിർമ്മിച്ചിരിക്കുന്ന ഈ രാജഗോപുരമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകളൊന്ന്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ് ഇത്. ഈ ഗോപുരത്തിൻ്റെ 18 നിലകളിൽ വരെ സഞ്ചാരികൾക്ക് കയറുവാൻ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മെയിൻ്റനൻസ് നടക്കുന്നതിന് സഞ്ചാരികളെ വിലക്കിയിരിക്കുകയാണ്. അറബിക്കടലിന് സമീപത്തുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻമുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മുരുഡേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മുരുഡേശ്വര ഭഗവാന്റെ ക്ഷേത്രം. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദൂട്ടുണ്ടായിരിക്കുന്നതാണ്. ആ കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ പ്രസാദൂട്ട് നൽകി വരുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസേന ഈ അമ്പലം സന്ദർശിച്ചു പോകുന്നത്. പിന്നെയുള്ള പ്രധാന കാഴ്ച പത്മാസനത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ചതുർബാഹുവായ പരമശിവന്റെ കൂറ്റൻ ശില്പമാണ്. താഴത്തെ അമ്പലത്തിൽ നിന്നും നിരവധി സ്റ്റെപ്പുകൾ കയറിയാണ് ശിവപ്രതിമയുടെ അടുത്ത് നമ്മൾ എത്തുക. ക്ഷേത്ര സമീപത്ത് പണിയെടുപ്പിച്ചിട്ടുള്ള 123 അടി ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണുള്ളത്. ശിവശില്പത്തിൻ്റെ താഴെ ഒരു ഇടനാഴിയുണ്ട്. അതിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. അവിടെ മുരുഡേശ്വർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മുഴുവൻ ശില്പങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയും. നല്ല ഭംഗിയുള്ള ശില്പങ്ങളാണെല്ലാം. മൂന്ന് പതിറ്റാണ്ട് മുമ്പ്
ആർ എൻ ഷെട്ടി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് മുരുദേശ്വര ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതുയുഗം പിറക്കുന്നത്. തദ്ദേശവാസിയും ക്ഷേത്രവുമായി മുൻപ് തന്നെ ആത്മബന്ധമുണ്ടായിരുന്നയാളുമായിരുന്നു ആർ എൻ ഷെട്ടി. നിർമ്മാണ രംഗത്തെ പ്രമുഖനായ ഇദ്ദേഹം ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. എസ് കെ ആചാരി എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ 1977 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് പത്മാസനത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ചതുർബാഹുവായ പരമശിവന്റെ കൂറ്റൻ ശില്പവും 20 നിലകളുള്ള രാജഗോപുരവും ഷെട്ടി തന്നെ മുൻകൈയെടുത്ത് പണിയിപ്പിച്ചു. അടി ഉയരമുള്ള ശിവന്റെ ശില്പം ഷിമോഗ സ്വദേശിയായ കാശിനാഥന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശില്പികൾ കോൺക്രീറ്റിൽ തീർത്തതാണ്. അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച ഈ ഗോപുരത്തിൻ്റെ കവാടത്തിൽ 2 ഗജവീരന്മാരുടെ ശില്പങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ആർ എൻ ഷെട്ടി എന്ന രാമനാഗപ്പ ഷെട്ടി. ഈ ശില്പങ്ങൾക്ക് പുറമെ ഗീതോപദേശം, 7 കുതിരകളെ പൂട്ടിയ രഥത്തിലേറിയ സൂര്യഭഗവാൻ തുടങ്ങിയ ശില്പങ്ങളും ഇന്ന് മുരുദേശ്വര ക്ഷേത്ര പരിസരത്തുണ്ട്. ശിവഭക്തരെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന എല്ലാ അന്തരീക്ഷവുമുള്ള ഒരു സ്ഥലം തന്നെയാണ് മുരുദേശ്വര ക്ഷേത്രം. ഇനിയും ഈ മനോഹര കാഴ്ചകളിലേക്ക് വരുവാൻ അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.